ഈ ലോകത്തിൽ കഷ്ടതകൾ പെരുകിയാലും, ഈ ലോകത്തിൽ ദുഃഖങ്ങൾ തളർത്തിയാലും, വിലാപങ്ങളെ നൃത്തമാക്കിടും നാഥൻ നിത്യതയോളവും വഴി നടത്തും. വിലാപങ്ങളെ നൃത്തമാക്കിടും നാഥൻ നിത്യതയോളവും വഴി നടത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാധിരാജന് സ്തോത്രം, ദേവാധിദേവന് സ്തോത്രം, രാജാധിരാജന് സ്തോത്രം, ദേവാധിദേവന് സ്തോത്രം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അറിഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുവാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. കഷ്ടതയും വേദനയും ഒഴിവാക്കുവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് കഷ്ടത ഉണ്ടാകുന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. മനുഷ്യരെല്ലാം തന്നെ ഒരു കുടുംബത്തിൽ ഉൾപ്പെട്ടവരാകിയാൽ ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം വേറൊരാൾ അനുഭവിച്ചെന്നിരിക്കും. അതുപോലെ സ്വയമേവ ചെയ്യുന്ന പ്രവൃത്തി മൂലവും കഷ്ടതയുണ്ടാകാം. ഭൂകമ്പം, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, പകർച്ചവ്യാധി തുടങ്ങിയവയാൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ കഷ്ടതയുണ്ടാകുന്നു. അതുകൊണ്ട് കഷ്ടതകൾ എപ്പോൾ എങ്ങനെ എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. എന്നാൽ കഷ്ടതയെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി അംഗീകരിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മിലുണ്ടാകുന്ന കഷ്ടതയും വേദനയും സാക്ഷ്യമായി തീരണം. ദൈവം നമ്മെ ഉരുവാക്കിയപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ നിറവേറ്റേണ്ടതിന് ഉപയോഗിക്കുന്ന കരുണയുടെ വഴികളാണ് നമുക്ക് നേരിടുന്ന കഷ്ടതകൾ. ഒരു ശില്പിയുടെ കയ്യിൽ ലഭിക്കുന്ന കല്ലിനെ മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റുന്നതിന് ആ കല്ലിനെ ഉടയ്ക്കും, അതിന്മേൽ തൻ്റെ ഉള്ളി പ്രയോഗിക്കും. പണി തീർന്നു കഴിയുമ്പോൾ അത് മിനുസപ്പെടുത്തും. ഇതിനെല്ലാം സമ്മതിച്ചു കൊടുത്താൽ മാത്രമേ വിരൂപമായ കല്ല് മനോഹരമായ ശില്പമാകൂ. ഇതേ വിധത്തിൽ നാം ഓരോരുത്തരും കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ അവൻ നമ്മെ തകർക്കും, ഉടയ്ക്കും, മിനുസപ്പെടുത്തും. അവൻ്റെ തകർക്കലുകളും ഉടയ്ക്കലുകളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ. ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ നമ്മെ തകർത്ത് കളയുന്നതിനല്ല, പിന്നെയോ അതിൽ കൂടി കർത്താവിന് കൊള്ളാവുന്നവരായി രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഉടയ്ക്കലുകൾക്കും തകർക്കലുകൾക്കും മിനുസപ്പെടുത്തലുകൾക്കും സന്തോഷത്തോടെ വിട്ടുകൊടുക്കുവാൻ കഴിയണം. ഫിലിപ്പിയർ 1:29 പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. അതായത് വിശ്വാസത്തെയും കഷ്ടതയെയും പരിശുദ്ധാത്മാവിൽ കൂടി ലഭിക്കുന്ന വരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിരിക്കുകയാണ്. ദൈവമക്കൾ കർത്താവിന് വേണ്ടി കഷ്ടവും നിന്ദയും സഹിക്കേണ്ടവരാണ്. ക്രിസ്തു ക്രൂശിൽ കഷ്ടം സഹിച്ച് നമുക്ക് രക്ഷയൊരുക്കി. നാം അവൻ്റെ സുവിശേഷം അറിയിക്കുമ്പോൾ കഷ്ടവും അപമാനവും ഉണ്ടാകും. 2 തിമോഥെയോസ് 2:11 പറയുന്നത്, നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, കഷ്ടം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അതേ, കഷ്ടം സഹിക്കുന്നവരാണ് കർത്താവിനോട് കൂടി വാഴുന്നത്. ദൈവത്തിന് വേണ്ടി നിന്ന് സഹിച്ച യിരെമ്യാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവചനമാണ് യിരെമ്യാവ് 15 മുതലുള്ള വാക്യങ്ങൾ. യിരെമ്യാവ് ദൈവത്തോടും ജനത്തോടും വിശ്വസ്തനായിരുന്നു, ആർദ്രഹൃദയനും ധീരനുമായിരുന്നു. എന്നാൽ യിരെമ്യാവിനുണ്ടായ കഷ്ടതകൾ വളരെയധികം ആയിരുന്നു. ദൈവത്തിന് വേണ്ടി നിലനിന്നതിനാലാണ് യിരെമ്യാവിന് കഷ്ടം അനുഭവിക്കേണ്ടി വന്നത്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് യിരെമ്യാവിന് കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ കഷ്ടതയുണ്ടാകും എന്ന് അറിഞ്ഞിട്ടും തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവിക ആലോചനയിൽ യിരെമ്യാവ് ഉറച്ചു നിന്നു. തൽഫലമായിട്ട് യിരെമ്യാവിന് കഷ്ടത അനുഭവിക്കേണ്ടി വന്നത്. യിരെമ്യാവ് പറയുന്നത്, നിന്റെ നിമിത്തം ഞാൻ കഷ്ടത അനുഭവിക്കുന്നു. 15:15. 15:18 പറയുന്നത്, എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവുമായിരിക്കുന്നു. യിരെമ്യാവിൻ്റെ ഈ നിലവിളിക്ക് മുൻപിൽ കർത്താവ് നൽകിയ മറുപടിയാണ് 15-ാം അധ്യായം 20-21 വാക്യങ്ങൾ.
ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും, അതിക്രൂരന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കും. കഷ്ടതയുടെ അനുഭവങ്ങളിൽ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളത് എത്ര ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. കർത്താവിന് വേണ്ടി നിലകൊള്ളുക എന്നത് അപകടമായിരിക്കാം. എന്നാൽ ഓർക്കുക, ആ അപകടങ്ങളുടെ മധ്യത്തിൽ നമ്മെ വിടുവിക്കുവാൻ കർത്താവ് കൂടെ ഉണ്ട്. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അപമാനിതരാകേണ്ടി വരും, രക്തസാക്ഷികളാകുവാനും സാധ്യതയുണ്ട്. നീഗ്രോ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന് നേരിട്ടത് ഇതുതന്നെയാണ്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെക്കാൾ ദൈവഹിതത്തിന് വഴങ്ങിയതുകൊണ്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസും മക്കൾ ഫിലിപ്പും തിമോത്തിയും അഗ്നിക്കിരയായതും ദൈവഹിതം അനുസരിച്ചതുകൊണ്ടാണ്. ഒറീസയിലെ കണ്ടമാലിൽ കന്യാസ്ത്രീകൾ മാനഭംഗത്തിന് ഇരയാകേണ്ടി വന്നതും ദൈവഹിതം അനുസരിച്ചതുകൊണ്ട് മാത്രമാണ്. നാം കഷ്ടം അനുഭവിക്കേണ്ടത് കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല, പിന്നെയോ ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് കഷ്ടം അനുഭവിക്കാം. 1 പത്രോസ് 4:15-16 വാക്യങ്ങൾ. കർത്താവേ, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി കഷ്ടം സഹിച്ച് ഭാഗ്യവാനാകുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. നിന്ന പരിഹാസം ദുഃഖം ഉറവിളികൾ ശത്രു നിനക്കായൊരുക്കിടും വേളകളിൽ. നിന്ന പരിഹാസം ദുഃഖം ഉറവിളികൾ ശത്രു നിനക്കായൊരുക്കിടും വേളകളിൽ. കലങ്ങരുതേ മനം പതരരുതേ, കലങ്ങരുതേ മനം പതരരുതേ. ശത്രുവെ ജയിച്ചവൻ കൂടെയുണ്ട്, ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ശത്രുവെ ജയിച്ചവൻ കൂടെയുണ്ട്, ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാധിരാജന് സ്തോത്രം, ദേവാധിദേവന് സ്തോത്രം. രാജാധിരാജന് സ്തോത്രം, ദേവാധിദേവന്